ഈ വീഡിയോയിൽ നമ്മൾ നേച്ചർ ക്യാമ്പ് ഡേ 2ൻ്റെ പാർട്ട് 2 കാണാം ഗൈസ്. കുട്ടികൾ ഉന്തി കൊണ്ടാണ് കണ്ടോ, ആൾക്കാർ അലക്കുന്ന സൗണ്ടൊക്കെ കേൾക്കാം, പാത്രമൊക്കെ കഴുകേണ്ട ഒരു അമ്മൂമ്മ. അങ്ങനെ ഒരുപാട് നടത്തത്തിനൊടുവിൽ നമ്മൾ ഒടുവിൽ പുഴയിലെത്തിയിരിക്കുന്നു ഗൈസ്. കുട്ടികൾ കളിക്കണോക്ക്. വെള്ളത്തിലെത്തി കുപ്പി പ്ലാസ്റ്റിക്കിന്റെ ഉള്ളാന്ന് തോന്നില്ല അത്. ആ കുട്ടികൾ കളിക്കണേ. അങ്ങനെ കുറച്ച് നേരം അങ്ങനെ നോക്കി ഇറങ്ങണോ വേണ്ടേ വിചാരിച്ച് ഫൈനലി ഞാൻ ഇറങ്ങിയപ്പോൾ ഒന്നും പറയണ്ട, കാലെല്ലാം കൂടി തടുത്തിട്ട് ഞാൻ തിരിച്ച് കയറണോ ഇറങ്ങണോ എന്നുള്ളതില്ല. വെള്ളത്തിൽ കളിക്കണമെന്നുണ്ട്, ഒടുക്കത്തെ തണുപ്പുണ്ട്. കുറേ നേരം നടന്ന ക്ഷീണിച്ചായതുകൊണ്ട് ആ വെള്ളത്തിൽ ഇറങ്ങാൻ നല്ല സുഖമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കൈയൊക്കെ പിടിച്ച് മെല്ലെ പുഴയ്ക്കുള്ളിൽ കൂടി നടന്ന് ഇപ്പുറത്തുനിന്ന് അപ്പുറത്തെ ഒരു സൈഡിലേക്ക് പോയി. ഒടുക്കത്തെ വൈബേനി ഗൈസ്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എത്രത്തോളം കാണുന്ന അറിയില്ല, പക്ഷെ അവിടെ ശരിക്കും പോയാൽ അറിയാം അതിൻ്റെ ഫീല്. അഭിനയത്തിനൊക്കെ എന്താ ഒരു ആർട്ടിഫിഷ്യാലിറ്റി. വെള്ളത്തിൽ ഇറങ്ങാണ്ട് നിന്നോക്കെ അവിടുന്ന് ഫിഷ് പാ ഒക്കെ കിട്ടും. അങ്ങനെ ഞങ്ങൾ ഒഴുക്കുള്ള സ്ഥലത്തൊക്കെ പോയെന്ന്. ഞാനിങ്ങനെ ഫോൺ എടുക്കാൻ വേണ്ടി ഇങ്ങനെ ഇപ്പുറത്തേക്ക് തിരിഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോൾ സാറുണ്ട് ആ വെള്ളത്തിൽ ശവാസനത്തിൽ കിടക്കുന്ന. ശവാസനത്തിൽ കിടക്കുന്ന സാറിനെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരൊറ്റ ചെക്കനും ബാക്കി ഫുള്ള് പെണ്ണുങ്ങളും ആയാൽ ഇങ്ങനെ ഇരിക്കും. ആനേനെ കുളിപ്പിക്കണത് കണ്ടിട്ടുണ്ട്, അനുവിനെ കുളിപ്പിക്കുന്നത് കണ്ടില്ലെങ്കിൽ ഇത് ഇങ്ങനെയാണ് ഗൈസ്. ഇത് കാണുമ്പോൾ നിങ്ങൾ അങ്ങനെയാണ് വിചാരിക്കുക, പക്ഷേ ഇതല്ല. ഈ വെള്ളം ഫുള്ള് ഓരോ മേത്തേക്ക് തള്ളി തെറിപ്പിച്ചപ്പോൾ ഓരതിന് തിരിച്ച് പ്രതികാരം വീട്ടുന്നതാണിത്. എന്തൊക്കെ പറഞ്ഞാലും ബാക്ക്ഗ്രൗണ്ടിൽ ആ വെള്ളത്തിൻ്റെ സൗണ്ട്, അതും കാട്ടിൻ്റെ നടുക്കുന്ന് കേൾക്കുമ്പോൾ അത് വേറെ തന്നെ ഫീലാണ്. അങ്ങനെ ഞങ്ങൾ പുഴയിലെ കുളിയൊക്കെ കഴിഞ്ഞ് നേരെ വീണ്ടും ഡോർമെട്രിയിൽ. മുഖമൊക്കെ അതാ ചോന്ന് വന്നിരിക്കുക. കുളിസീനെടുത്ത് ഇങ്ങോട്ട് അങ്ങോട്ടല്ലേ അവിടെയാ ഞാൻ പറഞ്ഞേ, മറ്റേ പുലിമുരുകനില് കൂപ്പിൽ തടിയെടുക്കാൻ പോവാന്നൊക്കെ പറയില്ലേ, ആ സ്ഥലത്തിൻ്റെ ഒരു വൈബില്ലേ. പിന്നെ എനിക്കുണ്ടോ ട്രയാങ്കിൾ കല്ല്. ഇത് ഇല്ല, കാര്യമായിട്ട് അതുപോലെ ഉണ്ട്. നമ്മളെ പുഴയിലെ കുളി കഴിഞ്ഞ് നമുക്ക് പോയി ശരിക്കുള്ള കുളി കുളിച്ചു തരാം. കുളിച്ചു, ഡ്രസ്സ് മാറ്റി ഗൈസ്. ദിസ് ഗൈസ് സ്റ്റഡിങ് അഗെയിൻ. ചായ അവിടെ ചായക്ക് കടി ബിസ്ക്കറ്റ് ആണോ എന്ന് വിചാരിച്ചിട്ട് എന്നാലും നമുക്ക് ബിസ്ക്കറ്റ് ചെയ്യണോ. അപ്പോൾ വെറൈറ്റിക്ക് വേണ്ടി നമ്മൾ ഇവിടുന്ന് ചിപ്സ്,
അപ്പം നമുക്ക് ചായക്ക് കടിയായല്ലോ. നമ്മളങ്ങനെ ചായക്ക് കൂട്ടാനുള്ള നുറുക്കുമതി ചായ കുടിക്കാൻ പോവാണ്. അപ്പൊ നിങ്ങൾ കരുതും നമുക്ക് ഇവിടെ ചായക്കൊന്നും തരുന്നില്ല. അങ്ങനെ ബിസ്ക്കറ്റ് എന്താണ് പോരാഴ്ച നമ്മള് പാർസൽ ചെയ്ത് കൊണ്ടുപോകും. കവർ പോലല്ല, കൈ പിടിച്ചിട്ട് ഫോട്ടോ എടുക്കട്ടെ. എന്താ ബിസ്ക്കറ്റ് വേണ്ടേ? ഹലോ, അച്ചാച്ചൻ ഇരിക്കണേ. ആ, രണ്ടാൾ ആടി ഇരുന്ന് ചാടിക്കുന്നുണ്ട്. ആ, നമുക്കുള്ള ചായ ഇതെങ്ങനെയാ വാങ്ങുന്നേ? ഇവിടെ ചായ ബിസ്ക്കറ്റ് വേണ്ടേ? ഇത് ഞാൻ തരില്ല. ഇത് ഞാൻ കഷ്ടപ്പെട്ടുണ്ടോ? അത് ഞാൻ തരില്ല. ബിസ്ക്കറ്റ് ഒന്നും കേട്ടോ. മലയണ്ണാൻ അങ്ങോട്ട് തന്നെ പോവുക. തൂങ്ങിക്കോ, വാലിലുള്ള തൂങ്ങി. വീടായി പോയി. നമ്മൾ ഈ ഹട്ട് പോലെ ഫോറസ്റ്റ് ഓഫീസല്ലേ, ഇതിൻ്റെ ഉള്ളിൽ ഹട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഹായ്, നെല്ല ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് വീട്ടിലുണ്ടാക്കണം. എന്താ വില മുളക്കൊക്കെ? മാറിന്നാ KSRTC ആണേ വരുന്നേ. നമ്മളോട് ഇവിടുത്തെ ചേട്ടൻ പറഞ്ഞു അവിടെ പോയ ചായയും കടികളും കിട്ടുന്നു. അപ്പം നമ്മളത് പോയി നോക്കാൻ പോവാണ്. ആ, അതാരാ? നമ്മള് മിസ്സാണ് ഗൈസ്. ചായ അടിക്കാൻ വരണോ? പരിചയമുണ്ട്, അവിടെ ഒരു ഷോപ്പിൽ കിട്ടുന്ന പറഞ്ഞു. ഗൈസ്, അങ്ങനെ ഞങ്ങൾ കുറച്ച് നടന്നപ്പം ഞങ്ങളെ ഡോർമെറ്ററിന് മുന്നിലൊരു വണ്ടിയൊക്കെ കണ്ടില്ലേ, അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ നടന്നിട്ടോ. അത് നടന്ന് പോകണം. കുറച്ചും കൂടെ നടന്നപ്പോൾ ഈ വണ്ടി ലോഡ് ഇറക്കിയിട്ട് റോട്ടിൽ കൂടി പോയി. അപ്പം ഞങ്ങൾ അതിന് ലിഫ്റ്റ് ചോദിച്ചു. തരുമോ? ഒരു ലിഫ്റ്റ് തരുമോ? അയ്യോ അയ്യോ, ഇറങ്ങിക്കോ. പോലീസ് പോയിട്ട് കയറട്ടെ. ഏട്ടാ പോലെ, ഏട്ടാ പോലെ. പോലീസ് വരണോണ്ട് കേറ്റിയില്ല ഗൈസ്. ഏട്ടാ പോലെ. വീഡിയോ എടുത്തു, പക്ഷെ കേറി പോലീസ് വന്നോണ്ട് കേറാൻ പറ്റൂല പറഞ്ഞു ഗൈസ്. വയ്യ നോക്കി ചെക്കന്മാർക്കൊക്കെ ചാച്ച ഇതിന് ഭർത്താവുണ്ട്, എന്നിട്ട് ചാറ്റ കൊടുത്ത് നടക്കുക. ഞാൻ ഭർത്താവിന് ലിങ്ക് അയച്ചു കൊടുക്കും. കാട്ടിനുള്ളിൽ ഒറ്റപ്പെട്ടൊരു വീട്. ഏറുമാടം. എടാ നോക്ക്, ഏറുമാടം നോക്ക്. ഏറുമാടം കണ്ടോ? അല്ല, ചായപ്പീടി എടണ്ട് പറഞ്ഞേ. ചായപ്പീടി 2 വളവുണ്ട്, ഓരോ 2 കിലോമീറ്റർ ഓരോ വളവുണ്ട്. ആ, ഇത് തിരിച്ചു നടക്കണം എന്നുള്ള ബോധം വേണം എല്ലാവർക്കും. 7 കിലോമീറ്റർ നടന്ന് പിന്നാണോ ഇതൊക്കെ? കൊരങ്ങ, ഇതൊക്കെ കൊരങ്ങനാണോ? എടാ അത് മറ്റേ കൊരങ്ങനാ. സാധാ കൊരങ്ങല്ല, കാണണ
കുരങ്ങല്ല. ഞാൻ ആദ്യമായിട്ട് നേരിട്ട് കാണണേ. ഐ മീൻ സൂവില് പോലെ ഞാൻ കണ്ടില്ല. ഇതിൻ്റെ ഉള്ളിൽ കുട്ടികളും ഉണ്ട്. എന്തിനാണ് ഇത്ര ഓവറാക്കണത് വിചാരിക്കരുത് കേസ്. കാരണം അത് നേരിട്ട് കാണുമ്പോ അത് വന്നു പോണതാണ്. അങ്ങിങ്ങോളം മലയും മരം ചെടി അല്ലാണ്ട് ചായപ്പീടിയൊന്നും കാണില്ല. മൂപ്പര് പറ്റിച്ച് നാട്ടൊക്കെ തോന്നണേ. ഇവിടെ ചായപ്പീടി വല്ലതും ഉണ്ടാവൂ? മൂപ്പര് കുറച്ച് നടന്നോട്ടെ വിചാരിച്ചിട്ട് പറഞ്ഞതാ എനിക്ക് തോന്നണേ. ആ അവിടെ കാര്യമായി കിടക്കും. ആ അതാണോ? പോയി നോക്കാം. നമ്മളെന്തായാലും ഇവിടെ വന്നില്ലേ? ഇവിടെ എടോ വണ്ടി. ആ ആടുണ്ട്. വാ ഗായ്സ്, നമ്മൾ പീടിയ കണ്ടുപിടിച്ചു ഗായ്സ്. ഞാനാണ് മുന്നിൽ പോണേ. പുലി വന്നാല് അല്ല, പുലി ബാക്ക് നല്ല പിടിക്കും. അപ്പൊ ബാക്കത്തോളം പിടിച്ചോ. അതിന്റെ ബുദ്ധിപരമായി ഞങ്ങൾ മുന്നിൽ പോയി. അപ്പം കടുവ മുന്നിൽ കൂടി വരില്ലല്ലോ. കടുവ വരുമ്പോ ബാക്കിൽ കൂടി വരുന്നതാണ് നേരത്തെ മറ്റേ ഓഫീസർ പറഞ്ഞ്. പിടിക്കുകയാണ് അറ്റത്തോളം പിടിച്ചോളൂ. പീടിയുണ്ട്. എടാ പീടി കിട്ടി കണ്ടോ. പലചരക്കെങ്കിൽ പലചരക്ക് കിട്ടണത് കിട്ടി. ആ ഈ കാട്ടുംകുറ്റിയിൽ വേറെ ഒന്നും കിട്ടൂല. അപ്പൊ നമ്മള് കിട്ടേ വെച്ചിട്ട് ആൾക്കാരൊക്കെ നോക്കിണ്ടെന്നോ ഗോവന്ന് ഇറങ്ങിയെന്ന് മതമ്മമാരാണോന്ന്. ഓടോ ഇതേതാ ഇവരുമാര് എന്നുള്ള ഭാവത്തില് നോക്കണോ. ഹൈ ഗൈസ്, നമ്മള് ഹലോ ഇപ്പൊ കിട്ടും. പേസൽ യൂണിവേഴ്സ് കയറിയപ്പോ സമാധാനായില്ല എനിക്ക്. കേറി മിസ്സസ് എഗ് വാങ്ങി. കോണമിഠായി. എന്താ സാധനം? എന്തോ ഒരു ഉണ്ട ഗൈസ്. ചേട്ടൻ നമുക്ക് വൈഫൈ തന്നു. 2 days വൈഫൈ കിട്ടി. ജ്യൂസാണ് ഗൈസ്, ജ്യൂസ്. അടിച്ചരട്ടെ വായിലേക്ക്. ഇതെങ്ങനെ വരിക? എന്താ കിട്ടുണ്ടോ? മുനീറെ കണ്ണിച്ച് വാതർക്ക്. കുടിക്കണ സാധന പുളിമുട്ടായിയാ? വാതർക്ക് തിന്നണ. വാതർക്ക്. അപ്പൊ നമ്മൾ പോവുകയാണ്. ഇതാരത്? ഇപ്പൊ ഫസ്റ്റിനെ തലയിലിട്ടപ്പോ ഇപ്പോഴാണ് എന്റെ മനസ്സിലാവണേ. നമ്മൾ പോവാണ് ഗോയ്സ്. ഹലോ ഘോരവനത്തിനുള്ളിൽ കൂടി ഒറ്റയ്ക്ക് നടന്നു. അല്ല ഒറ്റയ്ക്കല്ല കേട്ടോ, എല്ലാവരും ഉണ്ട്. എൻ്റെ കൂടെ ആൾക്കാരുണ്ട്. കറുമുറു കേൾക്കണുണ്ടോ നിങ്ങൾ? ആൾക്കാരുണ്ട്. പോവാം. തീകാമ്പിലിരിക്കണാരുണ്ടല്ലോ. ഫ്ലാഷ് ഓൺ ആക്കാത്തോണ്ട് നിങ്ങളെ കാണണില്ല. അങ്ങനെ വന്ന ശേഷം ഞങ്ങൾക്കൊരു ബേർഡിങ്ങിൻ്റെ ക്ലാസ് ഉണ്ട്. ഞങ്ങൾക്കിപ്പോൾ ബേർഡ് വാച്ചിങ് അതിനെ പറ്റിയൊക്കെ കുറേ ക്ലാസ്സൊക്കെ കേട്ട് ഫോട്ടോസ്, പല ബേർഡ്സിൻ്റെ ഫോട്ടോസും പിന്നെ നമ്മളെ കാലങ്കോയിൻ്റെ കുറേ സൗണ്ട്, അങ്ങനത്തെ പല പല സൗണ്ടൊക്കെ കേട്ട് ഞങ്ങളിങ്ങനെ ഇരിക്കുകയായിരുന്നു. ഹലോ ഗോയ്സ്, നമ്മൾ ബേർഡ് സെഷൻ. നമ്മളിപ്പോൾ ഒരു പറയൂ, എന്താണ് നിങ്ങൾക്ക് ബേർഡ് വാച്ചിങ്ങിനെ പറ്റി പറയാനുള്ളത്? വളരെ നന്നായിരുന്നു, നല്ല ക്ലാസ് ആയിരുന്നു, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ബോർ അടിച്ചില്ല. ഇന്നലത്തെ ക്ലാസ് അങ്ങനെ തന്നെയല്ലേ? തീരെ ബോർ അടിച്ചു. ചെറുതായിട്ട്
കുറച്ചൊക്കെ ഇൻട്രസ്റ്റിംഗ്. ഞങ്ങൾക്ക് ഇന്നലത്തെ ക്ലാസ് ബോറടിച്ചില്ല, ഇന്നത്തെ ക്ലാസ് തീരെ ബോറടിച്ചില്ല, അടിപൊളിയായിരുന്നു. എനിക്ക് പക്ഷീനെ ഇങ്ങനെ നിരീക്ഷിക്കാനുള്ള ത്വരൊക്കെ ഇല്ലേ? വെറുതെ പോയിട്ട് കുറെ ചെടി പക്ഷീന്റെ ഫോട്ടോ ഒക്കെ എടുക്കാൻ തോന്നുന്നത്. ഇനി ഇമ്പൊക്കെ പോയിട്ട് കഞ്ഞി കുടിക്കാം ഗൈസ്. കഞ്ഞിയാണോ ചോറാണ്? കഞ്ഞി അല്ലാന്നാണ് ഞാൻ കേട്ടത്. ചപ്പാത്തിയാണ് ഇഷ്ടം. എന്താണ് ഇങ്ങനെ നടക്കണേ അവിടെ? ഫസ്നേ ഗൈസ്, അവിടെയാണ് ഫസ്റ്റ്. ഓളെ കൂട്ടാൻ മറന്നു. ഇവിടെ എത്തിയപ്പോഴാണ് ബോധം വെച്ച് ഓളെ കൂട്ടിയില്ല. അവിടെയാണ് ഗൈസ്. അവിടെ നമ്മൾ ഇവിടെ വരെ നടന്നു വന്ന് ഫുഡ് കിട്ടി. ഫുഡ് കാണിച്ചു തരാം. ഇല്ല, ഓളെ കാണില്ല. ഇതാണ് നമ്മുടെ ചപ്പാത്തി. എങ്ങനെയുണ്ട് ഫുഡ്? ഒന്നുകൂടി പറയോ പ്ലീസ്? പറയൂ. ഇത് കണ്ണൂർ കണ്ടില്ലല്ലോ. പാല് കടയുണ്ട് പറഞ്ഞപ്പോ തൈരായോന്ന്. അതെ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ പിന്നെയും ബേർഡിങ് വെച്ച് വെറുപ്പിക്കാൻ തുടങ്ങി. പറഞ്ഞൊന്ന് ഒരു ഫുഡ് കഴിക്കാൻ വരെ മറന്നു. ഏകദേശം 1 മണിക്കൂർ ഇവിടെ നമ്മൾ പാമ്പിന്റെയും കോഴിന്റെയും കഥ പറയാണ് ഗീസ്. പാമ്പിന്റെ ഇത്ര നേരം കഥ ഉറങ്ങാൻ പോണം. ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. രജിസ്റ്ററിൽ പേര് എഴുതില്ല. ഇല്ല, നമ്പർ നിങ്ങൾ കാണാൻ ഞാൻ ഇങ്ങനെ വെച്ച് എഴുതണം. അങ്ങനെ ഞങ്ങൾ പേരൊക്കെ എഴുതി ഒപ്പൊക്കെട്ട് നേരെ മുകളിൽ പോയി. അത് പറഞ്ഞോണ്ടൊന്ന് ഒരാളാടുന്ന ഒരു ഡയലോഗും പറഞ്ഞ് നടന്നു തരേ. നേരത്തെ ആക്ഷൻ. അല്ല, എന്ത് ബിസ്ക്കറ്റാ അത്? അതെന്താ? അന്ന് കാണിക്ക്. അണ്ടി ബിസ്ക്കറ്റ്. ഉറങ്ങാൻ ടൈമുള്ളതുകൊണ്ട് നമ്മൾ യൂനോ കാർഡ്സ് കളിക്കാൻ പോവാണ്. ആരാണ് യൂനോ കാർഡ് കളിക്കുന്നത്? അങ്ങനെ ഞങ്ങൾ കളിച്ചോണ്ടിരിക്കുമ്പോ മിസ്സിന്റെ മോള് ഞങ്ങളെ വീഡിയോ കോൾ വിളിച്ച് പിടിച്ചോണ്ടോന്ന് ചിരിക്കണ മോള്. അമ്മേനെ പുലി ഇടിച്ചോണ്ടാ എന്താക്കൂ? അപ്പഴാ പുലി വരിക. ഞങ്ങള് പുലിനെ കാണാൻ പോവാ. ഞങ്ങൾ ഓടും. എന്തിനു പേടി? ഞങ്ങൾ സെൽഫി എടുക്കും കടുവേന്റെ കൂടെ. ഞാൻ വ്ളോഗും എടുക്കും. കടുവ വന്ന അമ്മ ആദ്യം ഓടും. എന്തൊരു കൃത്യമായിട്ട് മനസ്സിലാക്കി. അമ്മേന്റെ സ്വഭാവം നല്ലോണം അറിയണ മോളാണ്. പുലീനെ ഞങ്ങള് തിന്നാണ്ട നോക്കിയാ മതി. പുലിയെ ഞങ്ങളെ തിന്നൂല. ഞങ്ങള് പുലി എന്ത് പുലി പിടിച്ച് തിന്നു. എന്റെ അമ്മ മുന്നിലടക്കണ കേട്ടോ. അമ്മ കേട്ടോ മുന്നിലടക്കല്. ആന ചവിട്ടി ചമ്മന്തിയാക്കും. ആനുണ്ട്. ഞങ്ങള് കൊറേ ആനേനെ കണ്ടല്ലോ. മാനെ കണ്ടു ഞങ്ങള്. മാനെ ഇവിടെ തോന്നുന്നുണ്ട്. ഓ താഴത്തുണ്ട്. ഞങ്ങള് നിക്കണ 3 അല്ലല്ല 1 2 3 പറഞ്ഞ ഞങ്ങൾ ഉറങ്ങ്. എപ്പഴാ ഉറങ്ങണ്ടേ?
ആ ഉറങ്ങി 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 ഉറങ്ങിട്ടോ ഉറങ്ങിട്ടോ ഉറങ്ങി ഉറങ്ങി എല്ലാരും ഉറങ്ങി 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 1 2 3 ഉറങ്ങി ആ ഇതേതാ ഭാഷ ഗുഡ് നൈറ്റ് എന്ത് ലൈറ്റ് അടിക്കില്ല ഗുഡ് നൈറ്റ് ലൈറ്റ് അടിച്ചില്ല ഞങ്ങളെ കാണൂല നമ്മൾ യൂനോ കളിക്കാൻ പോവാണ് ആദ്യത്തെ മറക്കിനടുത്താ അതോളത് ഇവിടുന്ന് എങ്ങോട്ടേക്ക് പോണേ ഞാൻ പ്പെട്ടപ്പോ +4 ഇട്ട് 5 ഇനി റിവേഴ്സ് ഇല്ല അത്രയും റിവേഴ്സ് ഇവിടെ ഇട്ടുണ്ട് അട്ടോളി എന്ത് 8ന്റെ പണിയാണ് കളർ ചേഞ്ചസ് ടു ഞാൻ ഇടാൻ പറ്റൂല അല്ലേ ആ അതിടാ അതിടാ ടു റെഡ് യൂനോ ഫിനിഷ് അറിയത്തില്ലല്ലോ തോന്നെ റെഡ് വെച്ച് കളി തുടങ്ങിയിട്ട് ഏകദേശം 1 മണിക്കൂറായി ഇതിലൊരു ഷഫീലിന്റെ കാർഡ് 4 പ്രാവശ്യം മാറി തിരിഞ്ഞ് ഇതിൽ കറങ്ങി 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 വന്നു എന്നിട്ട് ഇവരെ കളി കഴിഞ്ഞില്ല നോക്കി ഇവിടെ ഉള്ളതിനെക്കാട്ടും കൂടുതൽ കാർഡ് അവരെ കയ്യിൽ. അങ്ങനെ കളിയും കഴിഞ്ഞ് മിസ്സിനോട് ചീത്തയും കേട്ട് നമ്മളിങ്ങനെ ഫൈനലി ഉറങ്ങാൻ പോവാണ് ഗൈസ്. അടുത്ത വ്ളോഗ് കാണാം. ബൈ.